തിരുവനന്തപുരത്തെ നിഷ ക്ലബ്ബിൽ ഗുണ്ടാ സംഘങ്ങളുടെ തമ്മിലടിയിൽ 10 പേർ അറസ്റ്റിൽ. എയർപോർട്ട് സാജനും മകൻ ഡാനിയും ഉൾപ്പെടെ 10 പേരാണ് അറസ്റ്റിലായത്. നോട്ടീസ് കിട്ടിയിട്ടും ഓം പ്രകാശ് ഹാജരായില്ല. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, ന്യൂസ് 18 ആണ് ഈ വാർത്ത ആദ്യം പുറത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ. നിഷ ക്ലബ്ബിലെ ഏറ്റുമുട്ടലിൽ 75 പേരെയാണ് പോലീസ് പ്രതിയായിട്ടുള്ളത്. കണ്ടാലറിയാവുന്ന 75 പേർ. അതിൽ തിരിച്ചറിയുന്ന ആളുകളെയാണ് നോട്ടീസ് നൽകി പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. ഇന്നലെ 2 പേരെ മ്യൂസിയം പോലീസും കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷമാണ് എയർപോർട്ട് സാജൻ, മകൻ ഡാനി ഉൾപ്പെടെ 10 പേർ ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫോർട്ട് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഗുണ്ടാത്തലവൻ ഓം പ്രകാശിനോടും ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയത്. പക്ഷേ അയാൾ ഇതുവരെയും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. കർശനമായ നടപടി വേണമെന്ന തീരുമാനമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഒരു ചെറിയ സംഭവമായി പോലീസ് കാണുന്നില്ല. ഒരു ബാറിൽ DJ പാർട്ടിക്കിടെയുണ്ടായ ഏറ്റുമുട്ടലാണെങ്കിൽ ഇതിന് പിന്നിൽ വലിയ സംഘടനകൾക്കുള്ള തുടക്കമായാണ് പോലീസ് കാണുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഓം പ്രകാശും എയർപോർട്ട് സാധനം തമ്മിൽ സ്വരച്ചേർച്ചയില്ല. ആദ്യം ഇവർ സുഹൃത്തുക്കളും ഒരുമിച്ച് പല കേസുകളിലും ഇടപെട്ടിരുന്നവരുമാണ്. പക്ഷേ ഇപ്പോൾ അത്ര നല്ല ബന്ധത്തില്ല. അതുകൊണ്ട് തന്നെ നഗരത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ അക്രമ സംഭവങ്ങളുടെ തുടക്കമായി പോലീസ് ഇതിനെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു കടുത്ത നടപടിയിലേക്ക് പോലീസ് നീങ്ങുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈഞ്ചക്കലിലെ ഡാൻസ് ബാറിൽ ഏറ്റുമുട്ടലുണ്ടായത്. എയർപോർട്ട് സാജന്റെ മകൻ ഡാനിയാണ് ഈ ബാറിലെ DJ സംഘടിപ്പിക്കുന്നത്. ഡാനി പാട്ട് പാടുമ്പോൾ ഓം പ്രകാശും ഒപ്പം വന്ന നിതിനും ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. അപ്പോൾ ഡാനിക്ക് മർദ്ദനമേറ്റു. തുടർന്ന് എയർപോർട്ട് സാധ്യത നേതൃത്വത്തിൽ വലിയൊരു സംഘമെത്തി ഓം പ്രകാശിനെയും കൂട്ടാളികളെയും മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇതിൽ 2 ഭാഗത്തെയും ആളുകളെ പേര് ചേർത്താണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 10ഓളം പേർ ഇതിനകം അറസ്റ്റായിട്ടുണ്ട്. മറ്റു പ്രതികൾക്കായും അന്വേഷണം ആരംഭിച്ചു. ഓം പ്രകാശിനെയും അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. അരുൺ, തുടരുക. മറ്റൊരു കാര്യം, ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ പോലീസ് തമ്മിലടിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് പോലീസ് മേധാവിയുടെ ഉത്തരവ് വന്നു എന്നുള്ളതാണ്. ഇന്റലിജൻസ് DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവിട്ടത്. സർക്കിൾ ഇൻസ്പെക്ടർമാർ മദ്യപിച്ച് തമ്മിലടിച്ചതായും ഗുണ്ടകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നതായും ഈ റിപ്പോർട്ടിലുണ്ട്. മറ്റൊരു ന്യൂസ് 18 ഇമ്പാക്റ്റ് ആണ്. അരുൺ, വിശദാംശങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാന പോലീസിന് നാണക്കേടായ ഒരു സത്കാരത്തിന്റെ തുടർന്നാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. കഴിഞ്ഞ 4-ാം തീയതിയാണ് വഴയിലയിലെ പുതിയൊരു ഹോട്ടലിൽ അതിന്റെ ഉദ്ഘാടനത്തിനു ശേഷം ഹോട്ടൽ ഉടമ വിരുന്ന് സംഘടിപ്പിച്ചത്. ആ വിരുന്നിൽ തലസ്ഥാനത്തെ പ്രധാന കുപ്രസിദ്ധ ഗുണ്ടകളും അതിനൊപ്പം ഉദ്യോഗസ്ഥ പ്രമുഖരും ഒരുമിച്ച് പങ്കെടുത്തു. ചില ഉദ്യോഗസ്ഥരും ഓം പ്രകാശ് ഉൾപ്പെടെയുള്ള ഗുണ്ടകളും ഒരുമിച്ചിരുന്ന് മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ ഇന്റലിജൻസ് DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നത്. അവിടെ ഓം പ്രകാശിനെ കൂടാതെ മറ്റു ചില ഗുണ്ടകളും ഉണ്ടായിരുന്നു. ഒരു IPS ഉദ്യോഗസ്ഥരും അതുപോലെ ഒരു SP കുടുംബസമേതം ഈ വിരുന്നിൽ പങ്കെടുത്തു. അവിടെയാണ് പരസ്പരം പോലീസ് ഉദ്യോഗസ്ഥരുടെ CIമാർ, സർക്കിൾ ഇൻസ്പെക്ടർമാർ യഹി എന്നും അതുപോലെ ജയചന്ദ്രനും പേരുള്ള 2 ഉദ്യോഗസ്ഥർ, ഒരാൾ DCRBയിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ്, SCRBയിലെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ്, മറ്റേയാൾ ക്രൈംബ്രാഞ്ച് CI ആണ്. ഈ 2 പേരാണ് തമ്മിലടിച്ചത്. അതും ഓം പ്രകാശുമായുള്ള സംസാരത്തിന്റെ പേര്, ഓം പ്രകാശൊപ്പം ഇത് മദ്യപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ പേരിലാണ് ഈ തമ്മിലടി എന്നാണ് DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ആ വിഷയത്തിൽ കർശനമായ നടപടിക്കാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട്. നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട്, DGPയുടെ റിപ്പോർട്ടുമുണ്ടെങ്കിലും കൂടുതൽ വ്യക്തമായ അന്വേഷണത്തിന് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. തലസ്ഥാനത്തെ ഗുണ്ടകളും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 ആണ്. എന്തായാലും വിഷയത്തിൽ നടപടി വരുന്നു.